പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, പ്രൊമോഷൻ ഒന്നല്ല. ഇത് ഒരു സ്നേഹമുള്ള ഒരു അയച്ചു തന്നാണ്. എന്താന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ സമ്മാനാണ് എന്നാ പറഞ്ഞത്. എന്തായാലും നമ്മള് നോക്ക മക്കള് കിട്ടിയപ്പോ തുടങ്ങിയാണ് കേട്ടോ ഓട്ടത്തിൽ നോക്കല്. നമ്മളെ പെരയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, എന്ന് കൊടുന്നാലും അല്ലേ ഓട്ടത്തിൽ നോക്കും എന്താണെന്ന്. ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കുമ്പോ പൊട്ടിച്ചാന്ന് പറഞ്ഞിട്ട് സമാധാനല്ല അവർക്ക്. അപ്പൊ എന്തായാലും ഇതൊന്ന് തുറന്നു നോക്കട്ടെ നമ്മക്ക്. അപ്പൊ ഒരുപാട് ഇത്ത വിളിച്ചിരുന്നു, വിളിക്കല്ല വാട്സപ്പ് ചെയ്തിരുന്നു. എന്താ റിഷാനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞു സമ്മാനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ഇഷ്ടമല്ല താത്ത അയച്ചതാട്ടോ. എനിക്കൊന്നും വേണ്ടോ, നിങ്ങൾക്ക് ഉണ്ടായാ മതി. ഓരോ മാക്സിക്കും ഓരോ അടിപ്പാവാണ്. ഷാളും ഉണ്ട്. അപ്പൊ കണ്ണൂരിന്നാണ് സാധനം വന്നിക്കണത് കേട്ടോ. ഒരുപാട് സന്തോഷണ്ട്. മെസ്സേജ് വിട്ടപ്പോ എന്നോട് പറഞ്ഞിരുന്നു കുഞ്ഞു സമ്മാനാണ് എന്നൊക്കെ കേട്ടോ. പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷം. അല്ലാഹുവേ, വല്ലാത്തൊരു സന്തോഷം. കുട്ടിനെ പിടി. ഏതായാലും അപ്പൊ 3-4 മാക്സ് കിട്ടിയില്ലേ? ഞാൻ പഴയ മാക്സ് ഒക്കെ കളിയാക്ക. എന്നാലും എന്നോട് ഇത്ര സ്നേഹടാ. ഉമ്മച്ചിക്ക് മാക്സ് കിട്ടി, ഉമ്മച്ചിക്ക് മാക്സ് കിട്ടി, മാക്സ് കിട്ടി, മാക്സ് കിട്ടി, മാക്സ് കിട്ടി. വല്ലാത്ത സന്തോഷട്ടോ. ആള് കാണുന്നുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടോ. എനിക്കായാലും മക്കൾക്കായാലും ആർക്കായാലും നിങ്ങള് അയച്ചു തന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല രസമുണ്ടല്ലടാ ഈ നീല. നീല് രസമുണ്ട്. വേറെ ഒന്നുണ്ടായില്ലോ? വേറെ ഈ കാപ്പി നല്ല ഭംഗിയുണ്ട്. ഈ കറുപ്പ് നല്ല ഭംഗിയുണ്ട്. എല്ലാം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട്. വല്ലാത്ത സന്തോഷം കേട്ടോ. ഇതെന്തായാലും ഷാളാണ് അല്ലേ? പറഞ്ഞ ഷാളൊക്കെ ഒഴിവായിക്കോണ്ടി. ഇത് മതി, അടിപൊളി ഷാള. അതിനനുസരിച്ചുള്ള ഷാളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് സന്തോഷത്തെ പറയേണ്ട കിട്ടണില്ല കേട്ടോ. എനിക്ക് വാക്ക് കിട്ടണില്ല. വല്ലാത്തൊരു എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എന്നെ ഒരുപാട് സ്നേഹിക്കണ ഒരു ഇത്ത വിട്ട് തന്നാണ്. എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ മാക്സി ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് നമ്മളെ മനസ്സറിഞ്ഞുകാണ്ട് തരാന്ന് പറയില്ലേ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മക്കൾക്കാർക്കെല്ലാം കരുതും. പക്ഷെ എനിക്ക് അറിഞ്ഞപ്പോഴേ നമ്മക്ക് നമ്മളൊന്നും ആരും ശ്രദ്ധിക്കൂലല്ലേ. കുട്ടികൾക്കും മക്കൾക്കൊക്കെ അങ്ങനെ കിട്ടും. പക്ഷെ നമ്മള് ഈ വീട്ടില് ചപ്പ് കൂടി കുത്തിറക്കണവർക്കൊന്നും ഒന്നും കിട്ടൂല. ആരും തരൂല. ആർക്കും എന്താ നോട്ടുണ്ടാവൂല. നമ്മളെന്നും അടുക്കളയല്ലേ, അടുക്കള ജീവിതം. അപ്പൊ എന്നെ മനസ്സിലാക്കിക്കാണ്ട് തന്ന ഇത്താക്ക് എന്താ പറയണ്ടേ എനിക്കറിയില്ല. അതല്ലേ എന്തേലും ഞങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയല്ലോ. എന്തൊക്കെയുണ്ടടാ? ഇത് ഷാളാടാ അതിന്റെ കൂടെ അല്ലേ? 1 2 3 മാക്സിയും 2 അടിപ്പാവാടിയും 3 ഷാളും. 2 ഷാളല്ലേടാ? അതന്നെ 2 ഷാളും. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്ത ഒരു കുഞ്ഞു സമ്മാനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നമുക്കിങ്ങനെ 4 മാക്സിയൊക്കെ എടുത്തരുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല കേട്ടോ പറയാന്. ഒരുപാട് സന്തോഷം. എന്നെ ഒരുപാട് സ്നേഹിക്കണ ഒരു ഇത്ത വിട്ടെന്നാണ്.
അപ്പൊ എന്താ പറയണ്ടെന്നറിയില്ല. എന്താ പറയാ, ഇപ്പൊ സമാധാനായി. ഓന് സമാധാനായി. ഓന് മടിയാണ്. ഞാൻ മാക്സി പഴയതൊക്കെ ഇടും. ഇപ്രാവശ്യം കാക്കു എന്തായാലും 2 മാക്സി ഒക്കെ വാങ്ങി തരണ്ട് പറഞ്ഞു പെരുന്നാൾക്ക് കേട്ടോ. പക്ഷെ അപ്പൊ ഇതിന് ഇത്ത അയച്ചെന്നില്ല. അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് കാണാൻ എന്താ പറയണ്ട അറിയില്ല. ഇനിയിപ്പോ ആ ഇത്താക്ക് ഞാനൊന്ന് മെസ്സേജ് വിടട്ടെ കേട്ടോ. എന്താ എങ്ങനെ പറയണ്ട എനിക്ക് അറിയണില്ല. ആദ്യമായിട്ട് കിട്ടുമ്പോ അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്താ പറയണ്ട അറിയില്ലല്ലോ. അല്ലാഹുവേ, എനിക്കും കിട്ടി റിതോ ഒരു സമ്മാനം. മനസ്സറിഞ്ഞ് തരാന്ന് പറയില്ലേ, നമ്മുടെ മനസ്സറിഞ്ഞ് തരിക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇതായിരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അങ്ങനെ നമ്മള് ശ്രദ്ധിക്കൂല. കുട്ടികൾക്ക് എന്തെങ്കിലും ആയിരിക്കും എന്നായിരുന്നു എന്റെ മനസ്സിൽ കേട്ടോ. പക്ഷെ പെട്ടെന്ന് മാക്സിയൊക്കെ കണ്ടപ്പോഴേ നമുക്ക് നമ്മളൊന്നും ആരും ശ്രദ്ധിക്കപ്പെടൂലല്ലോ. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു മനസ്സ് അല്ലെ, ഒരു സന്തോഷമല്ല ഒരു ഇതോ. നിങ്ങളെ എക്സ്റേ ഒക്കെ എടുത്ത് ഒഴിവാക്കിക്കൊള്ളിട്ടോ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.